ഒഡീഷയിൽ ഭുവനേശ്വറിൽ കോൺഗ്രസിന്റെ വാർത്താ സമ്മേളനത്തിനെത്തിയ AICC വക്താവ് ഷമാ മുഹമ്മദ് ആമളൊപ്പം ചേരുന്നത്. ശ്രീമതി ഷമ, അതായത് ഒഡീഷയിൽ ഒരു മുഖ്യ പ്രതിപക്ഷ പോലും ആകാനാകാത്ത രീതിയിലേക്ക് കോൺഗ്രസ് തകർന്ന ഒരവസ്ഥയിൽ പുതിയൊരു ലോക്സഭാ ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും വരുമ്പോൾ എത്ര കണ്ട് പ്രതീക്ഷയുണ്ട് പാർട്ടിക്ക്? ഏതെല്ലാം മേഖലകളിൽ പ്രതീക്ഷയുണ്ട്? ഒഡീഷയിൽ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇപ്രാവശ്യം നിങ്ങളിപ്പം കാണുമ്പോൾ ഇപ്പം പാണ്ഡ്യൻ തന്നെ പറഞ്ഞിരിക്കുക, അവർ പത്രസമ്മേളനം കോൺഗ്രസ് നല്ലോണം ചെയ്തിട്ടുണ്ട്, മുമ്പേ ഇവിടെ വികസനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്, അവരെന്തോ കാണുന്നുണ്ട്. ബിക്കോസ് കോൺഗ്രസ്, ഞാൻ ഇപ്പോൾ കയറും തന്നെ ഒരു വേവുള്ള പോലെ എനിക്ക് തോന്നുന്നു. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് പോലെയല്ല, ഇപ്രാവശ്യം നല്ലൊരു നിങ്ങൾ നോക്കിയ ഒരു സർപ്രൈസ് ആയിരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കും. ബിക്കോസ് ഒഡീഷയിലെ ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, BJPയും BJDയും ഒന്നാണ്. ഇതിൽ കോൺഗ്രസ് ആണ് വേറെ പാർട്ടി. ഇവർ BJPയും BJDയും എല്ലാത്തിനും അവരൊരു കാര്യം. ഇപ്പം അശ്വിനി വൈഷ്ണവിനെ ഇവിടുന്ന് രാജ്യസഭ കൊടുത്തിരിക്കുക. ആരെ സപ്പോർട്ട് ചെയ്ത് രാജ്യസഭയിൽ? BJD. എല്ലാ ബില്ലും GST ആയാലും ലോക്സഭയിൽ അവർ പാസ്സാകാൻ പറ്റും, ഭൂരിപക്ഷം ഉണ്ട്. രാജ്യസഭയിലില്ല. അപ്പം നോട്ട് പിൻവലിക്കലും GST, ആർട്ടിക്കിൾ 370, മറ്റേ ഫാം ബിൽസ് എല്ലാം അവരെങ്ങനെയാണ് പാസ്സായത്? BJDയുടെ സഹായം എടുത്തിട്ട്. അപ്പൊ ഇവിടെ ഈ കള്ളക്കളി പറ്റില്ല. ഇനി അതാണ് ജനങ്ങളെ വിഡ്ഢിയാക്കൽ നിർത്തണം. ഓക്കെ, നല്ല നേതൃത്വത്തിന്റെ ഒരു അഭാവമോ നിലപാടുകളിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു പാർട്ടി മിഷനറിയുടെ ദൗർബല്യമോ അതൊക്കെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടോ മുംബൈയിൽ ഉണ്ടായിരുന്നു? പാർട്ടിയുടെ ഒരു വിഷയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് നല്ല ശക്തമാക്കുന്നുണ്ട് ഇവിടുത്തെ. അതുകൊണ്ട് ഞാൻ കണ്ടെത്തോടും, ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, വളരെ ഇപ്പോഴത്തെ അജോയ് കുമാർ സെക്രട്ടറി വന്നിരിക്കും, അദ്ദേഹം ഭയങ്കര ഇവിടെ തന്നെ ഉള്ളത് ഫുൾ ടൈം. അപ്പം ഞാൻ കണ്ട PCC അധ്യക്ഷനും എല്ലാം ഒരു നല്ല ഒരു പുതിയൊരു വേവ് പോലെ ഉണ്ട് ഇവിടെ കോൺഗ്രസിന്, എനിക്ക് എൻ്റെ ഇതിൽ കണ്ടത്. പിന്നെ ഞാൻ ഇന്നെടുത്ത ഒരു വിഷയം ഈ സംവരണത്തിനെ പറ്റിയിട്ട്, ഈ SC STയും OBCയുടെ ഇവിടാന്ന് പറയുന്നത് 50% അധികം OBCയും SC ST ഉള്ളത്. പക്ഷെ അവർക്ക് 11% ഉള്ളൂ ഇവിടെ സംവരണം. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ജോലി വലിയ കമ്പനീസിനൊന്നും കിട്ടുന്നില്ല. ഇപ്പം നിങ്ങൾ മൻരേഗയിൽ അവരുണ്ടാവും, അല്ലെങ്കിൽ ഈ സഫായി കർമ്മചാരിയുണ്ട്, ക്ലീനേഴ്സ് അവരുണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങൾ മാനുവൽ സ്കാവഞ്ച് അവരുണ്ടാവും. അപ്പം അവിടെ ഭയങ്കര ഒരു വകുതിവർ പോലെ ഉണ്ട്. ഇന്ത്യ അലയൻസിന്റെ ഒരു സ്റ്റാറ്റസും അതിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് ഒഡീഷയിൽ? ഇന്ത്യ അലയൻസ് നല്ല ഇതിൽ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞങ്ങൾ മെയിനായിട്ട് കോൺഗ്രസ് ആണുള്ളത്. അപ്പോൾ കോൺഗ്രസ് ആണ് ശക്തമായിട്ട് ഇവിടെ പണ്ടേ ഉള്ള പാർട്ടിയാണ്. ഇവിടെ മെയിനായിട്ട് BJP BJDയും കോൺഗ്രസ് ആണ്. അപ്പോൾ എൻ്റെ ഇതിൽ കോൺഗ്രസ് ആ റിവൈവൽ, കുറേ നാൾ പ്രശ്നം ഉണ്ടായിരുന്നു, ഞാനത് എഗ്രി ചെയ്യുന്നു. പക്ഷെ ഒരു റിവൈവൽ വന്നിരിക്കുക കോൺഗ്രസിന്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഇന്നലത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പം നിങ്ങൾ നരേന്ദ്രമോദിയുടെ വാക്കുകൾ തന്നെ കേൾക്കുമ്പോൾ ആദ്യം പറയാം 400 പാർ, മോദിക്ക് ഗ്യാരണ്ടി, അല്ല വികസിത് ഭാരത്, ഈ 3 വാക്കുകളായിരുന്നു നിങ്ങൾ കേട്ടത്. ഇപ്പം അത് കേൾക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവും പകലും രാത്രിയും സംസാരിക്കുന്നത് എന്താ? കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയുടെ പറ്റിയിട്ട്. കറക്റ്റ് അല്ലേ? എല്ലാ ദിവസവും അവിടുന്ന് അതും കള്ളത്ര പറയുന്നത് ഒന്ന്. പിന്നെ രണ്ടാമത് നമ്മൾ കാണുന്നത് മുസ്ലിംസിനെ രാവും പകലും രാത്രി മുസ്ലിംസ് വർഗീയത എന്ന് പറഞ്ഞാൽ വർഗീയത. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ കള്ളനാരാ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർണാടകയിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, മുസ്ലിംസിൻ്റെ ഒരു വർഗീയത എന്ന് പറഞ്ഞ ഹേറ്റ്രഡ് നല്ലോണം സ്പ്രെഡ് ചെയ്യുന്നത്. ആ വീഡിയോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എന്താണ് നടപടിയെടുത്തത്? ട്വിറ്ററിനോട് പറയാം, അതും കർണാടകയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ശേഷം ഇന്നലെ ട്വിറ്ററിനോട് പറയാം അത് ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾ അയക്കേണ്ടത് JP നഡ്ഡൻ്റെ അടുത്ത്, അമിത് മാൽവിൻ സോഷ്യൽ മീഡിയയിലല്ലേ വരുന്നത്. എന്തുകൊണ്ട് അവരടുത്ത് അയച്ചിട്ടില്ല ഓർഡർ? അവരോട് ട്വിറ്ററിനോട് പറയുന്നത്. ഇന്ത്യയിൽ അല്ല, വേറൊന്ന് പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? മുസ്ലിംസ് വരും പുറത്തുനിന്ന്, അവർ 7 കുട്ടികളെ പ്രസവിക്കും, എന്നിട്ട് ഹിന്ദുക്കളെ സമ്പത്ത് എടുത്തിട്ട് പോകുന്നു. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? എന്താണ് സുപ്രീം കോർട്ട് പറഞ്ഞത്? ഹേറ്റ് സ്പീച്ച് ഉണ്ടെങ്കിൽ അവിടുത്തെ പോലീസ് സുവമോട്ടോ കോഗ്നിസൻസ് എടുക്കും. ഇവിടെ പോലീസ് സുവമോട്ടോ കോഗ്നിസൻസ് എടുക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറങ്ങാന്ന്. ഞാൻ പറയാം, ഇംഗ്ലീഷ് പറയാം, ദ ഇലക്ഷൻ കമ്മീഷൻ ഹാസ് ഗോൺ റോഗ്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല.